ആത്മകഥാ വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡിജിപിക്ക് പരാതി നൽകി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ വ്യാജമാണെന്ന് ജയരാജൻ പരാതിയിൽ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വാർത്ത വന്നതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ആത്മകഥയിലെ ഭാഗം എന്നു പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന ഭാഗം വ്യാജമാണ്. വ്യാജരേഖ, ഗൂഢാലോചന എന്നിവ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ജയരാജൻ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു. ആത്മകഥ ഇതേവരെ എഴുതിക്കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ.പി. നൽകിയ പരാതിയിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്ന് അറിയിച്ച് DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചുമില്ല. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ CPM-നെയും സർക്കാരിനെയും വെട്ടിലാക്കിയാണ് രാവിലെ തന്നെ ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം ഉടലെടുത്തത്. LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിൽ വിമർശിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് അടുത്ത വിമർശനം. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി. സരിൻ വയ്യാവേലിയാകുമെന്ന് ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങളും ആത്മകഥയിൽ ഉണ്ടായിരുന്നു. ആത്മകഥാ പ്രസിദ്ധീകരണത്തിനായി DC ബുക്സും മാതൃഭൂമിയും ഉൾപ്പെടെ സമീപിച്ചിരുന്നുവെന്ന് ഇ.പി. നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എഴുതി കഴിയട്ടെ എന്നാണ് മാതൃഭൂമിക്ക് മറുപടി നൽകിയത്. കാണിച്ചത് തെമ്മാടിത്തരമാണെന്നും ധിക്കാരമാണെന്നും ഇ.പി. കൂട്ടിച്ചേർത്തു. മാധ്യമങ്ങൾക്ക് ഇതിലൊരു പങ്കുണ്ട്. DC ബുക്സിന് ഞാൻ കൊടുത്തിട്ടില്ല. പ്രസിദ്ധീകരണത്തിന് DC ബുക്സ് ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശിയും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ്. ആദ്യം പുസ്തകം എഴുതി കഴിയട്ടെ എന്നാണ് അവർക്ക് മറുപടി നൽകിയത്. എന്ത് തെമ്മാടിത്തരമാണ് കാണിച്ചത്, എന്ത് ധിക്കാരമാണ് കാണിക്കുന്നത്, അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല, ഇ.പി. പറഞ്ഞു. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ കഴിഞ്ഞ ദിവസമാണ് DC ബുക്സ് ഇ.പി. ജയരാജന്റെ ആത്മകഥയുടേതെന്ന പേരിൽ കവർ ചിത്രം പുറത്തുവിട്ടത്. പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെയും രൂക്ഷ വിമർശനമാണ് പുസ്തകത്തിലുള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന വാദമാണ് ഇ.പി. ജയരാജൻ പുസ്തകത്തിൽ ഉയർത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പി. സരിനെതിരെയും ജയരാജൻ ആത്മകഥയിൽ പറയുന്നതായി പുറത്തുവന്ന PDF-ൽ കാണാം. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും PV അൻവർ പോലും ഇത്തരം പ്രതീകമായിരുന്നുവെന്നും ഇ.പി. പറയുന്നു. വാർത്തകൾക്ക് പിന്നാലെ പൂർണ്ണമായും നിഷേധിച്ച് ഇ.പി. ജയരാജൻ രംഗത്തെത്തിയിരുന്നു. തന്റെ ആത്മകഥയിലേത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. പുറത്തുവരുന്നത് വ്യാജ വാർത്തകളാണെന്നും കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.